കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി. ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത്. എന്റെ കഥ. രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല, മാനസിക പ്രശ്നം കൂടിയാണ്. ഭയം, ആശങ്ക, ധനനഷ്ടം, ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത്. കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ്. അപൂർവ രോഗത്താൽ വേദന കൊണ്ടു പുളയുന്ന വാളത്തുങ്കൽ സ്വദേശി തമ്പിയുടെ കഥയാണ് ഇന്ന് എന്റെ കഥയിലൂടെ കേട്ടു തുടങ്ങുന്നത്. പത്തോളജി തന്നെ 11 പ്രാവശ്യം ബയോപ്സി ചെയ്ത് മൈക്രോബയോളജിയിൽ നോക്കി. ഇവിടെ എന്തൊക്കെ ടെസ്റ്റുകളുണ്ടോ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐഡിയിലെ ഇൻഫെക്ഷന്റെ ഡോക്ടർ നോക്കി, നമ്മളെ തൊലിപ്പുറത്ത് നോക്കുന്ന ഡോക്ടർ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ മെഡിസിന്റെ ഡോക്ടർ നോക്കി. എല്ലാവരും ഓരോരോ ടെസ്റ്റ് അവരുടേതായ രീതിയിൽ ചെയ്തിട്ടൊന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ശരീരം പഴുത്ത് മാംസം അടർന്നു പോകുന്ന അപൂർവ രോഗത്താൽ ക്ലേശം അനുഭവിക്കുകയാണ് തമ്പിച്ചേട്ടൻ. എന്റെ പേര് തമ്പി. ഇത് ആദ്യം 2014-15 കാലി കണക്ക് വന്നായിരുന്നു. എനിക്ക് വയലിൽ പണി, കായൽ പണിക്കൊക്കെ പോകും. തെങ്ങും തളം തുറപ്പിഞ്ഞുള്ള പണിയൊക്കെ ആയിരുന്നു. കൈയുടെ തള്ളവരലും കിഡ്നിവരലും മുറിക്കണം. അത് ഒരുമാതിരി വികൃത വേഷമായി. പിന്നെ ടെസ്റ്റുകളൊന്നും ഇവിടെ ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ല. എന്തുവാണ് ആശുപത്രി കിടക്കുന്ന ഓപ്പറേഷൻ 7 നിമിഷം വരാനാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്ത് ഇവിടെ കിടക്കുന്നത്. ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അമൃതയിൽ വിട്ട് എന്തുവാ സാറിനൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അവിടെ പോവാന്നുള്ള സാമ്പത്തികമൊന്നും നമ്മളിൽ ഇല്ല. 2 വർഷം മുമ്പാണ് ഇനിയും പേര് കണ്ടുപിടിക്കാത്ത ഈ അപൂർവ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങൾ തമ്പിച്ചേട്ടനിൽ കണ്ടു തുടങ്ങിയത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും രോഗം മൂർച്ഛിക്കുകയും അതേ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആധുനിക ചികിത്സയ്ക്ക് വിധേയനായെങ്കിലും ഇന്നുവരെയും രോഗനിർണയം സാധ്യമായിട്ടില്ല. തുടക്കം ഈ ഇടത് കയ്യില് ഒരു ചെറിയ തളിപ്പ് പോലെ വന്നത്. അത് കുഴിക്കടിയിൽ വെള്ളം വരുന്നതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അത് ബാൻഡേജ് വെച്ച് ഒട്ടിച്ച് അങ്ങ് ജോലിക്കൊക്കെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ വിരലിലേക്ക് അങ്ങ് ആയി. പിന്നെ നമ്മൾ അടുത്തൊരു സർജനെ കൊണ്ടുവന്ന് കാണിച്ചു. അവിടെ നിന്ന് കുറച്ചാൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ചേട്ടൻ പിന്നെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ കൈയുടെ വെള്ളയിലേക്ക് ആയി വന്ന് കുറച്ച് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ രീതി അങ്ങ് മാറി. കണ്ടാൽ നമുക്ക് ക്യാൻസർ ആണെന്ന് തന്നെ തോന്നും. ആ രീതിയിലെ അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. പിന്നെ ഉണങ്ങാത്ത വ്രണമെന്നാണ് പറയുന്നത്. ആദ്യം ഫസ്റ്റിലെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഉണങ്ങാത്ത വ്രണമാണെന്നാണ്. കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തൊരു അണുബാധയാണ് ഉണ്ടായിട്ട്. അപ്പൊ അവരുടെയൊക്കെ സംശയം ചെവിയിൽ നിന്ന് വല്ല അണുബാധയായിരിക്കാം. പക്ഷെ ഷുഗർ പേഷ്യന്റ് അല്ലായിരുന്നു. ഉറങ്ങാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റുന്നില്ല. വേദന കൊണ്ട് കിടന്നുറങ്ങാട്ട് പോകും. വർഷമായി, 1 വർഷത്തിൽ കൂടുതലായി. മാംസം അടർന്നു പോകുന്ന ഈ അപൂർവ രോഗത്താൽ ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കാതെ വേദന കൊണ്ട് പുളയുകയാണ് തമ്പിച്ചേട്ടൻ. ഡ്രസ്സിങ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ മാംസം അതിനകത്ത് ഇങ്ങനെ പറ്റിയിരിക്കുമല്ലോ, മരുന്ന് വെച്ച് കെട്ടിയ ബ്ലഡുമായിട്ട് പറ്റിയിരിക്കുമ്പോ അത് അങ്ങനെ പറഞ്ഞിങ്ങി ഇളകി വരും. 11 പ്രാവശ്യം നമ്മൾ ബയോപ്സി ചെയ്ത് രക്തക്കുഴലിൽ ചുരുങ്ങുമല്ലോ ബ്ലഡ് പൊട്ടനിന്ന് കയ്യിലും കാലിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഡോക്ടർ പറയുന്നു. ഭേദമായി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭേദമാകത്തില്ലെന്ന് തന്നെയാണ് നമ്മൾ ഈ ഡോക്ടേഴ്സൊക്കെ എങ്ങനെയാ അവര് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് തമ്പിച്ചേട്ടന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് തമ്പിച്ചേട്ടൻ. ഒപ്പമുള്ളത് ഭാര്യ സതിച്ചേച്ചിയും. ചേട്ടന് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. എത്രത്തോളം സൂക്ഷിച്ചാലും പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കും. ഉണങ്ങിക്കഴിഞ്ഞ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടായാൽ ആവും. ഇപ്പൊ ഒരു ചെറിയ പനി വന്നത് ഇപ്പൊ ഇത്രയും കൂടി വീണ്ടും. ഒരു ഹോസ്പിറ്റലിൽ രോഗിയെ പരിചരിക്കുന്ന അതേ ശ്രദ്ധയോടുകൂടി
സതിചേച്ചിയാണ് തമ്പിച്ചേട്ടന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട് കൈ ഗ്ലൗസ് ഒക്കെ ഇട്ട് നമ്മള് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കണക്ക് തന്നെ നമ്മൾ വൈറ്റമിൻ പെറോക്സൈഡ് ഒഴിച്ച് കഴുകി, പിന്നെ അത് കഴിഞ്ഞ് ബെറ്റാഡിയൻ ഒഴിച്ച് കഴുകി. നമ്മൾ ഇത്ര നാളുകൊണ്ടേ ഞാനിത് ചെയ്യുന്നതുകൊണ്ടിരിക്കുക. ഇപ്പം 1.5 വർഷം. അതിന് മുന്നേ ചേട്ടനെ തനിയെ ചെയ്യുമായിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കും. കാര്യം ചേട്ടൻ വലത് കൈയിലും കൂടെ ആയിപ്പോയാലെന്നുള്ളത് വെച്ച് ഞാൻ തന്നെ ചെയ്യും. ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്കാനിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് തമ്പിച്ചേട്ടനോടൊപ്പം സതിചേച്ചിയും. ഓരോ ടെസ്റ്റുകളും ഇവർക്ക് ഓരോ പ്രതീക്ഷകളാണ്. പിന്നെ ഇന്നിപ്പോ അർജന്റായിട്ട് സ്കാനിങ്ങിന് എഴുതി തന്നിപ്പോ സ്കാനിങ്ങിന് കൂടെ നോക്കിയിട്ട് എന്താണെന്നുള്ളത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. കൈ ഇപ്പം ചെറിയ വിരലിന്റെ അസ്ഥിയൊക്കെ അങ്ങ് പുറത്തേക്കായി, തള്ളവിരലിന്റെ നഖമൊക്കെ അങ്ങ് പോയി, ഒരു ഉണ്ട മാത്രം കണക്ക്, അതാ വികൃത കണക്കങ്ങായി. കൈ മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കഴിഞ്ഞ ജനുവരി പറഞ്ഞിരുന്നത്. 4-5 മാസം മുന്നേ തന്നെ മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡോക്ടേഴ്സിന്റെയും ഈ മെഡിക്കൽ ബോർഡ് കൂടണമെന്ന് പറഞ്ഞ്, അങ്ങനെ എല്ലാ ഡോക്ടർമാരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്തപ്പോഴത്തേക്ക് പത്തോളത്തിൽ ഒരു ഡോക്ടർ പറഞ്ഞ് ഇപ്പൊ ചെയ്യണ്ട, കരളിക്കൽ ഒരു ഓപ്പറേഷൻ കക്ഷത്ത് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടും കൂടി വന്നിട്ട് ചെയ്താൽ മതി. ഇപ്പൊ 4 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ചേട്ടന് മൊത്തം. അന്നേരം അതും കൂടി വന്നതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നത്. അപ്പൊ അതിനകത്ത് അവർ ഉദ്ദേശിച്ച രീതിയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞ കൈ മുറിച്ച് മാറ്റുകയും ചെയ്യണം, പക്ഷെ ഈ അസ്ഥിയിലേക്ക് വ്യാപിക്കാതെ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓരോ ദിവസവും വേദനയിലൂടെ കടന്നുപോകുന്ന തമ്പിച്ചേട്ടന് തുണയായി കൂടെയുള്ളത് സതിചേച്ചിയാണ്. എന്നാൽ സതിചേച്ചിക്കും പലപ്പോഴും ആ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല. കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നത് ചേട്ടന്റെ കയ്യിലും കാലിലും നമ്മൾ പുറത്തു നിന്ന് കഴുകുമായിരുന്നു. ആ സമയത്ത് ഈ വലിയ ഈച്ച വന്ന് പറ്റി ഇരിക്കുമായിരുന്നു. അതിപ്പോ അതിന്റെ ഒരു അവശിഷ്ടം ഒക്കെ വന്നപ്പോഴത്തേക്ക് കാലൊരുമാതിരി അങ്ങ് തുറന്നില്ല. നമുക്കത് എങ്ങനെ ഇരിക്കുന്നതിനെ കണ്ടാൽ തന്നെ പേടിയാവുമായിരുന്നു. അതേ കണക്കുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്കത് വിഷമമായിട്ട് എന്റെ ദേഹമൊക്കെ വിറച്ച് ഞാൻ കയറി ഓടി. ചേട്ടന് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ജോലിക്കും പോകാൻ പറ്റത്തില്ല. കാര്യം ഇനി പോയിരുന്ന ചേട്ടന്റെ ദേഹം മൊത്തം അളിഞ്ഞു വരിപ്പോ. നമുക്ക് ഇത് തന്നെ അങ്ങനെ ഒന്നും സംഭവിക്കരുതേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തമ്പിച്ചേട്ടന്റെ അസുഖത്തെ തുടർന്ന് ഇന്ന് സതിചേച്ചിക്കും ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതോടെ ഈ കുടുംബത്തിന്റെ വരുമാനത്തെയും അത് ഏറെ ബാധിച്ചു. രണ്ടുപേർക്കും ജോലിക്കൊന്നും പോകാൻ പറ്റുകയില്ല. ഞാൻ കമ്പനിയിൽ പൊക്കോണ്ടിരുന്നതായിരുന്നു. അപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുകയില്ല. ഞാൻ ചേട്ടനെ നോക്കി നിൽക്കല്ലേ. നമ്മുടെ ഡെയിലി തന്നെ 2-3 പ്രാവശ്യം തുണിയും ഡ്രസ്സിംഗ് ഒക്കെ മാറണം. അപ്പൊ അതിനൊക്കെ എന്ന് വെച്ചാൽ ഈ ശകലം പഞ്ഞിയും തുണിയൊന്നും അല്ല വേണ്ടുന്നത്. അപ്പൊ അത്രയും 2-3 പ്രാവശ്യം ഈ വെള്ളമൊക്കെ വരുമ്പോഴത്തേക്ക് മാറണം. എന്റെ ഭർത്താവല്ലേ, എനിക്കിപ്പം നല്ല വൃത്തിയാണോ, എനിക്കത് നോക്കിയല്ലേ പറ്റത്തുള്ളൂ. തമ്പിച്ചേട്ടന്റെ രോഗം അപൂർവ രോഗമായി നിലനിൽക്കുന്നു. നൂതന ചികിത്സാ സൗകര്യങ്ങൾക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിത്യചെലവിന് നന്നേ ബുദ്ധിമുട്ടുന്ന ഈ നിർധന കുടുംബം ചികിത്സയ്ക്ക് വഴിയില്ലാതെ ഇന്ന് വിഷമിക്കുകയാണ്. എന്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചിരുന്ന ഈ അസുഖം എന്താണെന്നുള്ളത് അമൃതയിൽ വിട്ട് ഈ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ തുടർ ചികിത്സ ചെയ്ത് ഭേദമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ കാലിൽ ചേട്ടൻ എങ്ങും ആരുടെ പോയി നിൽക്കാനൊന്നും പറ്റുകയില്ല. അപ്പൊ കാല് കൂടി ഒരുവിധം ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് അതിന് പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിൽക്കാവല്ലേ. ഇപ്പൊ ഈ ഇടത് കാലിലും കൂടി വന്നതുകൊണ്ട് അതിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ പറയാൻ അറിഞ്ഞിടത്തിറങ്ങി ഞാൻ ഇരിക്കുക. കാര്യം 2 കാലും ചെയ്യേണ്ടി വരുമോ, അല്ലെ 1 കാല് ചെയ്താൽ മതിയാവോ എന്നൊന്നും അറിയത്തില്ല. അപ്പം അതിനൊന്നും ഉള്ള ഒരു വഴിയും ഇല്ല. എന്ത് തന്നെ ആയാലും നമ്മുടെ കയ്യിൽ ഒരു വഴിയില്ല. അതിനെന്തെങ്കിലും ഒരു സഹായം വേണം, അത്രയേ ഉള്ളൂ. പിന്നെ കൈയുടെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞ കൈ കുറച്ചുകൂടി പ്രശ്നം ആവുകയാണെന്നുണ്ടെങ്കിൽ കൈ അഥവാ മുറിക്കേണ്ടി വരും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കാലെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതെന്താണെന്ന് അതാണ് കറക്റ്റ് കാര്യം. ഈ 15 മാസമായിട്ട് ഇത് എങ്ങനെ കണ്ടുപിടിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഇതാ. ഇപ്പൊ ഞാൻ നിരന്തരം ഡോക്ടറോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡോക്ടർ എന്നാ ഇന്ന് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു തുക എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതികഠിനമായ വേദനയും സഹിച്ച് ഓരോ ടെസ്റ്റുകൾക്കായി വിവിധ ആശുപത്രികൾ കയറിയിറങ്ങുമ്പോഴും തമ്പിച്ചേട്ടന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുള്ളൂ. വർഷങ്ങളായി പുറം ലോകം കണ്ടിട്ട് ആളുകളുടെ ഇടയിൽ ഇടപഴകിയിട്ട് അതിന് സാധിക്കുമോ? ഇവിടെ വന്ന അന്നോട്ട് വേദനയുണ്ട്. ഒരു വർഷത്തിൽ കൂടുതലായി ഇവിടെ വന്നിട്ട് 15ാമത്തെ മാസമായത്. ഇതുവരെ കണ്ടും പിടിച്ചിട്ടില്ല. അത് നമ്മളൊക്കെ എടുക്കുന്നതനുസരിച്ച് വേദന മയക്കവും എടുക്കും. പിന്നെ കടന്ന് നിലവിളിയും ബഹളമൊക്കെ തന്നെ. രക്ഷപ്പെടണം എന്നുള്ള ഒരു മാർഗമല്ലേ, കുറച്ച് ദിവസം കൂടെ ഇരിക്കാൻ.
അതിന്റെ പേപ്പറൊക്കെ കൊണ്ട് ശരിയാക്കണം. അത് അതെല്ലാം നമുക്ക് ആളുകളെ മുമ്പിലൊക്കെ ഒന്ന് പോകാൻ പറ്റും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ആശുപത്രി പോക്കും വീടും തന്നെ. ആ വേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ കരച്ചിൽ വരും. കരഞ്ഞ കുറച്ച് കഴിയുമ്പോൾ വിറയിൽ വരും. അക്കരമൊക്കെ ചെയ്യാതെ നിൽക്കും. പിന്നെ ആ ഊക്കിനെ എവിടെങ്കിലും കസേരയ്ക്കകത്ത് ചാരി ഇരുന്ന് ഉറങ്ങിച്ചായിരുന്നു. കസേരയിൽ ഇരുന്ന കൂടുതലും സമയം കളയുന്നത്. അല്ല കൈ നീട്ടാൻ പറ്റത്തില്ല. കാല് നീട്ടുമ്പോൾ കാല് വേനരും. ചാരി കസേരയ്ക്കകത്തൊക്കെ ഇരുന്ന് വെച്ചിട്ട് ഉറങ്ങും. എന്റെ രോഗം കണ്ടുപിടിക്കണമെന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ ആശുപത്രിയിൽ ഇരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി വിവിധ ആശുപത്രിയിൽ കയറിയിറങ്ങി ചികിത്സകൾ നടത്തിയിട്ടും ഇന്നും കണ്ടുപിടിക്കാത്ത അപൂർവ രോഗവുമായി വേദനയും സഹിച്ചു കഴിയുന്ന തമ്പിച്ചേട്ടന്റെയും തമ്പിച്ചേട്ടന് കൂട്ടായുള്ള സതിചേച്ചിയുടെയും അടുത്തുനിന്ന് ഇന്നത്തെ റെക്കോർഡിംഗ് പൂർത്തിയാകുകയാണ്. ഇവർ ആഗ്രഹിക്കുന്നത് പോലെ തുടർ ചികിത്സയിൽ ഈ അസുഖത്തിനൊരു പരിഹാരമുണ്ടാകട്ടെ. ഈ നിർധന കുടുംബത്തിനെ സഹായിക്കാൻ സുമനസ്സുകൾ കടന്നുവരട്ടെ. ഞങ്ങളും ആഗ്രഹിക്കുന്നു ഈ പരിപാടിയിലൂടെ അവർക്ക് അതൊരു സഹായമായി മാറാൻ. ഈ റെക്കോർഡിംഗ് പൂർത്തിയാക്കിയിട്ടും അവിടെ നിന്നും പിന്തിരിയാതെ എന്നെ പിടിച്ചു നിർത്തിയ എന്തോ ഒരു കാരണമുണ്ടായിരുന്നു. ഒന്നുകിൽ ഒരു മറുപടി, അല്ലെങ്കിൽ ചോദിക്കാൻ മടിച്ച ഒരു ചോദ്യം. എന്നാൽ പുറകിൽ നിന്നു വന്ന ആ വിളിയിൽ ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യത്തെക്കാൾ പ്രസക്തമായിരുന്നു കരളലിയിക്കുന്ന ആ മറുപടി. ഒരു ഭാര്യയുടെ ഉള്ളുലഞ്ഞ ഒരു മറുപടി. കാര്യം ഒരു സത്യം ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഒരു അവസ്ഥ കണ്ട ചേട്ടൻ വേദന തിരുന്ന കണ്ട ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് ചേട്ടൻ മരിക്കണമെന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ചേട്ടൻ ജീവിച്ചിരിക്കണമെന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. മനസ്സിലായ? ചേട്ടൻ ഈ വേദന തിന്ന് ഇങ്ങനെ ഇരുന്ന് നിലവിളിക്കുന്ന ചേട്ടൻ പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോഴും എനിക്ക് ചെന്ന് നിന്ന് നമ്മൾ ആ മനുഷ്യനോട് ഇത്രയും 10-37 വർഷം ജീവിച്ച ഞാൻ ചെന്ന് പ്രാർത്ഥിക്കൂ, അയ്യോ ഈ മനുഷ്യന്റെ അങ്ങ് മരിച്ചു പോകണം എന്ന് എനിക്ക് പറയാൻ പറ്റൂ? അതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ ഇത് സുഖമായി കിട്ടണേ, എനിക്ക് രണ്ടും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയല്ല. ഒരു കൂട്ട് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു വിഷമം വരുത്തില്ല. അപ്പൊ അതും പറ്റൂല. ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് 989090133311. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ കേട്ടത് എന്റെ കഥ. അവതരണം ശ്രീലക്ഷ്മി MS.